ഡിയേഴ്സ് 2024 എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ്സുകൾ എന്ന് തുടങ്ങുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചു കണ്ടു. നമ്മൾ ഇതിനെപ്പറ്റി വളരെ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വന്നവർ കുറേ പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള മുഴുവൻ ടെക്നിക്കൽ കോഴ്സുകളുടെയും കാര്യങ്ങളൊക്കെ ഗവൺ ചെയ്യുന്നത് ഒരു ബോർഡാണ്. അതിനെ നമ്മൾ AICT എന്ന് പറയും. അപ്പോൾ AICTയുടെ കലണ്ടർ അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ കലണ്ടറിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2-3 ആഴ്ചകൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴോ ചിലപ്പോൾ ഡേറ്റുകളിൽ വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഒരു ചില കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിലാണ് ഈ വീഡിയോ എടുത്ത് നോക്കുന്നതെങ്കിൽ ഈ ഡേറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അറിയാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ AICTയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താലും മതി. AICT കലണ്ടർ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ഒന്ന് പറയാം, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ 4ാമത്തെ കാര്യം, ലാസ്റ്റ് ഡേറ്റ് ഫോർ ക്യാൻസലേഷൻ ഓഫ് സീറ്റ് ഫോർ ടെക്നിക്കൽ കോഴ്സസ് വിത്ത് ഫുൾ ഫീ റീഫണ്ട് എന്ന്. അതിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ 11-ാം തീയതിയാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയൂല. പക്ഷേ നമ്മൾ ഫസ്റ്റിലാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും തേർഡിലാണെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഒരു ഫീസുണ്ട്. മാക്സിമം അത് 10K ആണ് വരുന്നത്, അതിനപ്പുറം പറയാറില്ല. അപ്പോൾ ആ ഒരു ഫീസ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ ആ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ടോക്കൺ ഡെപ്പോസിറ്റ് നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ചിട്ട് ആ സീറ്റ് നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നമ്മളോട് കോളേജിൽ പോയി ജോയിൻ പറയാറില്ല. പക്ഷേ ഈ എൻട്രൻസ് കമ്മീഷണർക്ക് അടക്കാനുള്ള ഫീസ് അത് നമ്മൾ നിർബന്ധമായിട്ട് അടക്കണം. ഓക്കെ, പിന്നെ ഫീ കൺസെഷനൊക്കെ ഉള്ളവർക്ക് അതനുസരിച്ചിട്ടായിരിക്കും എത്ര ഫീസാണെന്നുള്ളത് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിച്ചിട്ടുണ്ടാവും. ആ ഒരു എമൗണ്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീസ് അടക്കുക മാത്രമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോഴാണ് നമ്മളോട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ചിലവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഒരു കോളേജ് കിട്ടി എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ടുണ്ടാവും. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ആ കോളേജ് തന്നെയായിരിക്കും, വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ ഏത് കോളേജാണോ അവിടെ പോയി ആ കോളേജിൻ്റെ ഫീസും സർട്ടിഫിക്കറ്റും കൊടുത്ത് അഡ്മിഷൻ എടുത്താൽ മതി. ഇനി ചിലവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലായിരിക്കും ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അനുവദിച്ച് കിട്ടിയേക്കുന്നത്, ആദ്യമായിട്ടൊരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരും എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ട് ഈ പറയുന്ന കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചാൽ മതി. പക്ഷേ അത് ഏത് ഫേസിലുള്ള അലോട്ട്മെൻറ്റിലാണ്, ഫസ്റ്റിലാണ് നമ്മൾ കിട്ടണമെങ്കിൽ ഫസ്റ്റിലടക്കണം, സെക്കൻഡിലാണ് നമുക്ക് കിട്ടണമെങ്കിൽ സെക്കൻഡിലടക്കണം. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടക്കണ്ട, കിട്ടിയവർ മാത്രം അടച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഈ കോളേജിൽ പോയി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് വേറൊരു കോളേജാണ് കിട്ടിയേക്കുന്നത്. അതായത് നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കോളേജിൽ പോയി നമ്മൾ ഫീസൊക്കെ കൊടുത്ത് ഒരു അഡ്മിഷൻ എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് വേറൊരു കോളേജാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ അലോട്ട്മെൻറ്റ് വരുമ്പോൾ എൻട്രൻസ് കമ്മീഷണർ ഒരു ഡേറ്റ് പറയും, 4-5 ദിവസങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി നമ്മൾ കോളേജിൽ പോയി ഫീസും സർട്ടിഫിക്കറ്റും ഒക്കെ അഡ്മിഷൻ എടുത്തൊരു കുട്ടിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വേറൊരു കോളേജാണ് വന്നേക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചേർന്ന കോളേജിൽ പോയി സർട്ടിഫിക്കറ്റും ഫീസും വാങ്ങിച്ചിട്ട് ഈ 3ാമത് കിട്ടിയ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. മനസ്സിലാവേണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം, ഈ ഫീസ് നമ്മൾക്ക് തിരിച്ച് കിട്ടുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 1-2 അലോട്ട്മെൻറ്റുകളൊക്കെ ഈ ഒരു സെപ്റ്റംബർ 11 മുമ്പായിട്ട് സാധാരണ നടക്കാൻ ചാൻസ് ഉണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ. പിന്നെ നമ്മൾക്ക് വരുന്നത് മോപ്പപ്പും പിന്നെ സ്പോട്ടൊക്കെയാണ് സാധാരണ വരാറ്. അപ്പോൾ ചിലപ്പോൾ മോപ്പപ്പിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, സ്പോട്ടിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. അപ്പോൾ അത് എൻട്രൻസ് കമ്മീഷനാണ് മോപ്പപ്പിൻ്റെ കാര്യം തീരുമാനിക്കണം കേട്ടോ. അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് പറയാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ കോളേജ് മാറുമല്ലോ, ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ മറ്റൊരു കോളേജിലേക്ക് മാറുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം ചേർന്ന കോളേജിൽ പോയിട്ട് ഫീസും നമ്മുടെ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടാണ് മറ്റേ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫീസ് റിട്ടേൺ കിട്ടുന്ന ഡേറ്റ് നിലവിൽ പറഞ്ഞേക്കുന്നത് ഏതാണ്?
സെപ്റ്റംബർ 11 അപ്പോൾ സെപ്റ്റംബർ 11 കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഫീസ് തിരികെ കിട്ടണം എന്ന് നിർബന്ധമില്ല. ചില കോളേജസുകാർ തന്നേക്കാം, പക്ഷേ അവർക്ക് തരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നുകൂടി പറയുവാണ്, നിലവിലെ ഡേറ്റാണ് സെപ്റ്റംബർ 11. നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ആ ഒരു ഡേറ്റ് ഒന്നും കൂടി AICTEയുടെ വെബ്സൈറ്റിൽ കയറി നോക്കണം. സെപ്റ്റംബർ 11 കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് നോക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ആ പറയുന്ന കാര്യം, ലാസ്റ്റ് ഡേറ്റ് ഫോർ ക്യാൻസലേഷൻ ഓഫ് സീറ്റ് ഫോർ ടെക്നിക്കൽ കോഴ്സസ് വിത്ത് ഫുൾ ഫീ റീഫണ്ട്. നമ്മൾ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് വഴി മാറുമ്പോഴാണെങ്കിലും നമ്മളുടെ ഫുൾ ഫീസ് തിരിച്ച് കിട്ടുന്നത്. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പകുതി ഫീസായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയെന്ന് വരില്ല. മനസ്സിലാവണ്ടോ? അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് നിലവിൽ പറഞ്ഞേക്കുന്നത് സെപ്റ്റംബർ 11 കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും നമ്മുടെ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകൾ കഴിയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മോപ്പപ്പും കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ സ്പോട്ട് കഴിയാനുള്ള സാധ്യത വളരെ കുറവാണ്. സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. സോ സ്പോട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഇത് നിർബന്ധമായിട്ട് ഇങ്ങനെ സംഭവിക്കണം എന്നില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞാണ് ഈ ക്യാൻസലേഷൻ ഓഫ് ഫീ ആൻഡ് റീഫണ്ട് എന്താണെന്നുള്ളത് കേട്ടോ. ചിലപ്പോൾ ഈ ഡേറ്റ് ഒന്നും കൂടി ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നേക്കാം, ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഡേറ്റ് അപ് ടു വിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ക്യാൻ ബി അഡ്മിറ്റഡ് എഗെയിൻസ്റ്റ് വേക്കൻസീസ്. അതായത് സെപ്റ്റംബർ 15 മുമ്പ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലുള്ള എല്ലാ വേക്കൻസീസും ഫില്ല് ചെയ്യണം എന്നാണ് ഈ എൻട്രൻസ് കമ്മീഷൻ ഈ AICTE പറയുന്നത്. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ നടത്തി ഈ വേക്കൻസീസ് സെപ്റ്റംബർ 15 മുമ്പ് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് പോസിബിൾ ആവാറില്ല. സ്പോട്ട് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് സെപ്റ്റംബർ കഴിഞ്ഞ് ചിലപ്പോൾ ഒക്ടോബറൊക്കെ ആവും, ചിലപ്പോൾ നവംബർ ആവും. അപ്പോൾ അത് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഡേറ്റ് നമുക്ക് ഒരു വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് അല്ല. പക്ഷേ നിലവിലെ AICTE തന്നേക്കുന്ന കലണ്ടർ ഇതാണ് കേട്ടോ. ഇതിനുള്ളിൽ നടത്തണം എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ഈ ഡേറ്റിന് തന്നെ കഴിഞ്ഞു. അതാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നത്. നിങ്ങൾ ഈ ഡേറ്റ് ആണ് എൻ്റെ ഫീസ് തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കോളേജ് മാറാതിരിക്കരുത്. ഈ ഡേറ്റിൽ മാറ്റം വരും എന്നുള്ളതാണ് വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ ക്ലാസ് ഫോർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ടെക്നിക്കൽ കോഴ്സസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സുകൾ സെപ്റ്റംബർ 15 തുടങ്ങണം എന്നാണ് AICTEയുടെ ഈ കലണ്ടർ അനുസരിച്ചിട്ട് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ 15 എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ കുറച്ച് നാളുകൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും, ഒരാഴ്ചത്തോളം ഉണ്ടാവും. അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറൊക്കെ ആകുമ്പോഴാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോഴും ഈ അലോട്ട്മെൻ്റ് ഒന്നും കഴിയാത്തത് കൊണ്ട് ഉടനെ തന്നെയൊന്നും പഠിപ്പിച്ച് തുടങ്ങില്ല. ഓക്കെ, ഡേറ്റുകൾ പിന്നെയും പറയുവാണ്, ഈ ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ ലെറ്റിൻ്റെ ആണ് ടു സെക്കൻഡ് ഇയർ. അതായത് ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഇയറിലേക്കുള്ള അഡ്മിഷൻ. അപ്പോൾ അവരുടെ ഈ ഒരു ക്ലാസ്സുകൾ തുടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞേക്കുന്നത് 15 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ നമ്മുടെ ഈ അക്കാദമിക് കലണ്ടറായിട്ട് പറയാനുള്ളത്. ഞാൻ വീണ്ടും ചിലർ പറയാറുണ്ട് ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു എന്നുള്ളത്. ആവർത്തിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയാലും നിങ്ങൾ ഈ കാര്യം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഈ ഡേറ്റുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ AICTE കലണ്ടർ എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ, അല്ലെങ്കിൽ AICTEയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് അതിൻ്റെ ആ നോട്ടിഫിക്കേഷനിൽ മിക്കവാറും കലണ്ടർ കിടപ്പുണ്ടാവും. അത് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കലണ്ടർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് കിട്ടും. എന്നിട്ട് അത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.